കണ്ണൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് SIR ജോലി സമ്മർദ്ദം കാരണമെന്ന ആരോപണം തള്ളി ജില്ലാ കളക്ടർ. അനീഷിന് ആരും സമ്മർദ്ദമുണ്ടാക്കിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ വിശദീകരണം. വലിയ വിശദീകരണ കുറിപ്പ് ജില്ലാ കളക്ടർ ഈ അനീഷ് ജോർജിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹം അതിലൊരു വലിയ വിശദീകരണ കുറിപ്പ് നൽകിയിരിക്കുന്നു. അതിൽ അനീഷിന് ആരും സമ്മർദ്ദമുണ്ടാക്കിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ആത്മഹത്യക്ക് കാരണമാകുന്ന ഒരു ആശയവിനിമയവും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കളക്ടർ പറയുകയാണ്. അതായത് ഈ ജില്ലാ ഇലക്ഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ആരിൽ നിന്നും അനീഷിന് യാതൊരു തരത്തിലും സമ്മർദ്ദമുണ്ടാക്കുന്ന വാക്കോ പ്രവർത്തികളോ ഉണ്ടായിട്ടില്ല എന്ന് കളക്ടർ പറയുന്നു. ആരെങ്കിലും വ്യക്തിപരമായി അദ്ദേഹത്തിനെ സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുവരെയും തനിക്ക് വിവരം ലഭിച്ചിട്ടില്ല. അതായത് ഈ നേരത്തെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ ഇദ്ദേഹത്തിനെ സമ്മർദ്ദപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണമുണ്ടായിരുന്നു. കോൺഗ്രസ് CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് കളക്ടർ പറയുന്നത്. ഒപ്പം തന്നെ അനീഷിന് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിരുന്നു എന്നുകൂടി കളക്ടർ പറയുകയാണ്. അനീഷിനെ സഹായിക്കാനായി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒപ്പം പോയിരുന്നു. അനീഷിന് യാതൊരു പ്രശ്നവും ഉണ്ടായതായി ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല. അത്തരത്തിലൊരു ആശയവിനിമയവും തന്നോട് നടത്തിയിട്ടില്ല. അനീഷ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എന്ന് തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് കളക്ടർ പറയുന്നത്. അനീഷിന് 22% ജോലി മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഈ പയ്യന്നൂർ പൊതുവെ എടുത്തു നോക്കുകയാണെങ്കിൽ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലും ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു റേറ്റാണ്, ഈ ഒരു പെർസെന്റേജ് ആണ് ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൽ അനീഷിനും മികച്ച ഒരു പെർസെന്റേജ് ആണ് ഉള്ളത്. അദ്ദേഹം ഇനി ബാക്കിയാക്കിയത് 50 ഫോമുകൾ മാത്രമാണ് ഉള്ളത് എന്നടക്കം കളക്ടർ തന്നെ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് 22% ജോലി മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കി ഉണ്ടായിരുന്നത്. അത് വളരെ മികച്ച ഒരു റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലോ സമ്മർദ്ദമുണ്ടാകുന്ന തരത്തിലോ ഉള്ള നിർദ്ദേശങ്ങളോ ഒന്നും നൽകേണ്ടി വന്നിട്ടില്ല എന്ന് കളക്ടർ പറയുകയാണ്. ഇന്ന് രാവിലെയും ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അനീഷിനെ ബന്ധപ്പെട്ടിരുന്നതായി കളക്ടർ പറയുന്നു. ഇന്ന് രാവിലെ 8:45 അതായത് 10 മണിക്ക് ശേഷമാണ് അനീഷ് മരിക്കുന്നതായി, ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള രേഖകൾ ഉള്ളത്. അപ്പോൾ ഇന്ന് 8:45 ഇത്തരത്തിൽ അനീഷിനെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ ബന്ധപ്പെട്ടിരുന്നു. ബാക്കി ഫോമുകൾ ഒറ്റയ്ക്ക് വിതരണം ചെയ്തോളാമെന്നും അതിൽ സഹായം ആവശ്യമില്ലെന്നും ഇന്ന് രാവിലെയും അനീഷ് അറിയിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹത്തിനെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ളതാണ്. അപ്പോൾ അതിലും അനീഷ് അസ്വാഭാവികമായ ഒന്നും. മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും അനീഷിനുമേൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നത്.